മാർക്കറ്റ് ഒരു യു ടേൺ എടുക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഏറ്റവും ബോട്ടത്തിൽ വെച്ച് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ വെച്ച് നിങ്ങൾക്ക് ഒരു സിഗ്നൽ കിട്ടുകയാണെങ്കിൽ അത് എത്ര ബെനഫിറ്റഡ് ആയേക്കും. വലിയ ട്രെൻഡുകൾ, മാറ്റങ്ങൾ മുൻകൂട്ടി അറിയാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സൂപ്പർ ഫ്രെയിംവർക്ക് ഡൈവേർജൻസ് തിയറി നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് ഏറ്റവും വലിയ മൂവിനായിട്ട് കാത്തിരിക്കാം. എന്താണ് മൊമെന്റം? മാർക്കറ്റ് അതിന്റെ യഥാർത്ഥ ഉദ്ദേശം ഉറക്കെ പറയുന്നതിന് മുമ്പ് പതുക്കെ മന്ത്രിക്കുന്നത് പോലെയാണ്. എങ്ങനെ ആ രഹസ്യം നമുക്ക് കേൾക്കാൻ കഴിയും? മിക്ക ട്രേഡേഴ്സും നല്ലൊരു ട്രെൻഡ് കാണുമ്പോൾ അതിലേക്ക് ചാടിക്കയറാറാണ് പതിവ്. ഒരു നല്ല ന്യൂസ് കേൾക്കുന്നു, അപ്പൊ തന്നെ ട്രേഡ് എടുക്കുന്നു. പക്ഷേ ആ നിമിഷം തന്നെ മാർക്കറ്റ് അവിടെ നിന്ന് തിരിയാൻ തുടങ്ങുന്നു. നമ്മളൊരു ക്ലാസിക് മാർക്കറ്റ് ട്രാപ്പിൽ പെട്ടതാണ് എന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുക. മാർക്കറ്റ് തിരിയുന്നതിന് തൊട്ടു മുൻപേ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുകയായിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇവിടെ മാർക്കറ്റ് തിരിഞ്ഞ് ഒരുപാട് സമയത്തിന് ശേഷമാണ് നമുക്ക് ഈ ന്യൂസ് ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ട്രാപ്പിൽ പെട്ടുപോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ആ ഒരു ടേണിംഗിന്റെ ഫുട് പ്രിന്റ് കിട്ടുന്ന നല്ലൊരു ഫ്രെയിംവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് നല്ലൊരു മൂവ് ക്യാപ്ചർ ചെയ്യാം. അല്ലാതെ ആ ഒരു മൂവിന്റെ ഏറ്റവും നെഗറ്റീവ് പോയിന്റിൽ അപ്പോൾ അതിന്റെ ഇരയാവാതിരിക്കാൻ കൂടി നമുക്ക് ജാഗരൂകരായിട്ടിരിക്കാം. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ തിരിയുന്നത്? ഇതിനു മുമ്പ് നിങ്ങൾക്ക് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടാവും. ഓരോ ലെവലും ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റോക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് ഉടനെയെങ്കിലും തീരില്ല എന്ന് നമ്മൾ കരുതുന്നു. സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ എക്സ്പേർട്ടുകളും മിക്കവാറും അത്തരത്തിൽ തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാവില്ല. അപ്പോൾ ആ ഒരു ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന നിമിഷം മാർക്കറ്റ് നിങ്ങൾക്കെതിരെ വരികയാണ്. അപ്പോൾ അതൊരു കോയിൻസിഡൻസ് അല്ല. പല ട്രേഡേഴ്സും ഇതിനെ ഒരു മാർക്കറ്റ് പ്രശ്നമായിട്ടല്ല, ഒരു ഫീച്ചർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒന്ന് ആലോചിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, അതായത് ബാങ്കുകൾ, ഹെഡ്ജ് ഫണ്ടുകൾ, സ്മാർട്ട് മണി എന്നൊക്കെ നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന ആ ഒരു ടീമുകൾ മില്യൺ കണക്കിന് ഷെയറുകൾ മാർക്കറ്റിന്റെ പ്രത്യേകിച്ച് ചലനമൊന്നുമില്ലാതെ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. അപ്പോൾ ആ ഒരു ടെക്നിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് മണി എങ്ങനെയാണ് മാർക്കറ്റ് അറിയാതെ സ്റ്റോക്കുകൾ വാങ്ങുന്നത് എന്ന്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഈ ഒരു ചതിക്കുഴിയിൽ പെട്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോട്ടത്തിൽ പേടിച്ച് വിൽക്കുന്ന ആളുകളെ വേണം, എന്നാലേ അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ഷെയറുകൾ വാങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നേരെ മറിച്ചും വലിയ പ്രൈസിൽ അവർക്ക് വിൽക്കുമ്പോൾ വാങ്ങാനും ആൾക്കാർ വേണം. അത്തരത്തിൽ അവസാനത്തെ കുറച്ച് ട്രേഡേഴ്സ് കൂടി മാർക്കറ്റിലേക്ക് ചാടി വീഴാൻ വേണ്ടി അവർ മാർക്കറ്റിനെ കുറച്ചുകൂടി മുന്നിലേക്ക് കൊണ്ടുപോകും. അവസാനത്തെ കുതിപ്പ് അവരുടെ പൊസിഷനുകൾ വിറ്റൊഴിയാൻ വേണ്ട ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവസാനത്തെ പാനിക് സെല്ലിംഗ് അവർ ഷെയറുകൾ വാങ്ങിക്കൂട്ടാനുള്ള വലിയ അവസരമായിട്ട് മാറ്റുകയും ചെയ്യുന്നു. ഇതിനെയാണ് ദ ഗ്രേറ്റ് ഡിസെപ്ഷൻ എന്ന് പറയുന്ന പ്രൈസിന്റെ മൂവ്മെന്റ്. ഒരു കഥ പറയുമ്പോൾ ശക്തമായിട്ടുള്ള, ഒരു പക്ഷേ മറ്റാർക്കും തടയാൻ പറ്റാത്ത ഒരു ട്രെൻഡിന്റെ കഥ കൂടി ഇതിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ്. ആ ശരിക്കുള്ള ഇൻഫർമേഷൻ നമുക്കത് ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിയണം. ആ ഡീകോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ജോലി. ഹെഡ്ലൈൻസ് വായിക്കുന്നത് നിർത്തി ഈ ഒരു ഫുട് പ്രിന്റ് വായിക്കുക, നല്ല ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുക, ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോ ആ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇൻവിസിബിൾ ഫുട് പ്രിന്റുകൾ മനസ്സിലാക്കുന്ന ആ ഒരു തിയറിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഒരു അസറ്റിന്റെ പ്രൈസ് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു പ്രൈസിന്റെ മൊമെന്റം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതിനാണ്. അതായത് ഒരുപക്ഷെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ ആ ഒരു സ്റ്റോക്കിന്റെ മൊമെന്റം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ പോകുന്നു. അതായത് മാർക്കറ്റിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ സ്റ്റോക്ക് ഒരു നെഗറ്റീവ് ട്രെൻഡിലേക്ക് മാറുകയാണ്. അപ്പൊ ഇതിന് ഈ ഒരു അവസ്ഥയെ മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കാറ് ഒരു മല കയറുകയാണ് എന്ന് നിങ്ങൾ കരുതുക. ആ ഒരു കയറ്റത്തിന്റെ മുകളിലേക്ക് എത്തുമ്പോഴേക്കും ആ കാറിന്റെ എഞ്ചിൻ നന്നായിട്ട് കതച്ചു തുടങ്ങുന്നുണ്ടാവും. ടെക്നിക്കലി കാർ ഇപ്പോഴും മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഏറ്റവും മുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കാറിന്റെ എഞ്ചിൻ പവർ കംപ്ലീറ്റ് തീരാനും കാർ പുറകിലേക്ക് വരാനും ഉള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ആ കാറിന്റെ എഞ്ചിൻ പവർ അവസാനിക്കുന്നത് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ പിന്നെയും ആ കാറ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് നിർത്തി നമുക്ക് ആ കാറിൽ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് പെട്ടെന്ന് പുറകോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു കാറിൽ നമ്മൾ ചാടി കയറാതിരിക്കാൻ നമുക്ക് ഡൈവേർജൻസിലേക്ക് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോ ഡൈവേർജൻസ് എന്താണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. അപ്പോൾ എന്തൊക്കെ തരം ഡൈവേർജൻസ് ആണുള്ളത്? പ്രധാനമായിട്ട് രണ്ട് തരം ഡൈവേർജൻസ് ആണുള്ളത്. ഒന്നാമത്തേത് റെഗുലർ ഡൈവേർജൻസ്. ഇതൊരു ട്രെൻഡ് തിരിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ സിഗ്നലാണ്. ഇപ്പോഴത്തെ ട്രെൻഡിന്റെ സ്ട്രെങ്ത് കുറയുന്നു എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതിനകത്ത് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബിയറിഷ് ആൻഡ് ബുള്ളിഷ്. അപ്പോൾ ഒരു ബിയറിഷ് റെഗുലർ ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഒരു പുതിയ ഹയർ ഹൈ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾ
നിങ്ങളുടെ മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു ലോവർ ഹൈ ഉണ്ടാക്കുന്നതാണ്. കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ്, കാറിന്റെ എക്സാമ്പിൾ തന്നെയാണ്. മുകളിലേക്ക് സ്റ്റോക്ക് പോകുന്നുണ്ട്, പക്ഷേ അതിന്റെ മൊമെന്റം താഴേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ബുള്ളിഷ് റെഗുലർ ഡൈവേർജൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു ഡൈവേർജൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രൈസ് ഒരു ലോവർ ലോ ഉണ്ടാക്കുന്നു, പക്ഷേ ഇൻഡിക്കേറ്റർ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവുകയാണ്, പക്ഷേ അതായത് അപ്പോൾ അതിന്റെ മൊമെന്റം മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്റ്റോക്ക് ഉടനെ തന്നെ ഒരു യൂട്ടേൺ എടുക്കാൻ സാധ്യതയുണ്ട്, മുകളിലേക്ക് ഒരു കുതിപ്പിന് തയ്യാറെടുക്കുകയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ഡൈവേർജൻസ് ആണ് ഹിഡൻ ഡൈവേർജൻസ്. ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ സിഗ്നൽ ആണ്. ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്, ഇനിയും ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ഒരു ഹിഡൻ ഡൈവേർജൻസ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ബുള്ളിഷ് ഹിഡൻ ഡൈവേർജൻസ് ആൻഡ് ബിയറിഷ് ഹിഡൻ ഡൈവേർജൻസ്, അങ്ങനെ രണ്ട് ഹിഡൻ ക്ലാസിഫിക്കേഷൻസ് ഇവിടെയുണ്ട്. ഇവിടെ ഒരു പ്രൈസ് ഹയർ ലോ ഉണ്ടാക്കുമ്പോൾ, അതായത് അപ് ട്രെൻഡിൽ നല്ലൊരു പുൾ ബാക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഒരു ലോവർ ലോ ഉണ്ടാക്കുന്നത്, അതിനർത്ഥം ഒരു ഡിപ്പ് അല്ലെങ്കിൽ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബിയറിഷ് ഹിഡൻ ഡൈവേർജൻസ് ഉണ്ട്. ഒരു ലോവർ ഹൈ പ്രൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡിക്കേറ്റർ ഒരു ഹയർ ഹൈ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത വീഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു കയറ്റം മാത്രമാണ് നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് ഈ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. അപ്പൊ ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റെഗുലർ ഡൈവേർജൻസ് ഒരു ട്രെൻഡിന്റെ എൻഡ് കണ്ടുപിടിക്കാനും ഹിഡൻ ഡൈവേർജൻസ് ഒരു ആക്റ്റീവ് ട്രെൻഡിൽ എൻട്രി എടുക്കാനും അല്ലെങ്കിൽ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് പറഞ്ഞു തരുന്ന ഡൈവേർജൻസ് ആണ്. അപ്പൊ നിങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെ ഇൻഡിക്കേറ്ററുകളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും RSI, MACD തുടങ്ങിയ ഇൻഡിക്കേറ്ററുകളാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ക്ലാസിക് ആയിട്ട് കാലം തെളിയിച്ച രണ്ട് മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ തന്നെയാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സും അതുപോലെ തന്നെ മൂവിംഗ് ആവറേജ് കൺവേർജൻസ് ഡൈവേർജൻസ്, അതായത് MACD. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവ രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് RSI ഒരു പ്രഷർ ഗേജ് പോലെയാണ്. പ്രൈസ് മൂവ്മെന്റിന്റെ സ്പീഡും വലിപ്പവും ഒക്കെ അളന്ന് ഓവർബോട്ട് അല്ലെങ്കിൽ ഓവർസോൾഡ് ആണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. RSI ഡൈവേർജൻസ് കാണുമ്പോൾ അതിന്റെ അർത്ഥം അടിസ്ഥാനപരമായിട്ടൊരു ബൈയിങ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഡൈവേർജൻസ് ആണ്, സ്റ്റോക്ക് ഒരു യൂട്ടേണിനുള്ള സാധ്യത നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ MACD ഒരു ട്രെൻഡിന്റെ സ്ട്രെങ്ത്, ഡയറക്ഷൻ, മൊമെന്റം ഇവയിലൊക്കെ മാറ്റങ്ങൾ മനസ്സിലാക്കാനാണ്. രണ്ട് മൂവിംഗ് ആവറേജുകളും ഒരു ഹിസ്റ്റോഗ്രാമും ചേർന്നാണ് MACD. പ്രത്യേകിച്ച് ഹിസ്റ്റോഗ്രാമിൽ ഡൈവേർജൻസ് കാണുമ്പോൾ അത് നിങ്ങളോട് പറയുന്നത് ട്രെൻഡിന്റെ മൊമെന്റം വളരെ കുറയുകയാണ്, ട്രെൻഡ് വീക്ക് ആവുന്നു എന്ന് മാത്രമല്ല അതിന്റെ സ്പീഡും കുറയുന്നുണ്ട് എന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പവർഫുൾ ഡബിൾ കൺഫർമേഷൻ സിസ്റ്റം കിട്ടും. അപ്പോൾ ഒരു പ്രൈസ് പുതിയ ഹൈ ഉണ്ടാക്കുന്നു, RSI, MACD ഇവ രണ്ടും പുതിയ ഹൈ ഉണ്ടാക്കുന്നതിൽ ഫെയിൽ ആവുകയും ചെയ്യുമ്പോൾ ആ ഒരു ഫുട് പ്രിന്റ് ഇത്ര ഇൻവിസിബിൾ അല്ലാതായിട്ട് മാറുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്നു ബ്രേക്ക്ഔട്ട് ഫോളോ ചെയ്യുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തങ്ങളുടെ പൊസിഷനുകൾ വിറ്റു തുടങ്ങി എന്ന ഇൻഫർമേഷൻ കിട്ടുന്നു. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം. അപ്പൊ ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന റിയൽ മൂവ്മെന്റോ അല്ല, വെറും ഹൈപ്പ് മാത്രമാണ്. അപ്പൊ അതൊരു വലിയ റിവേഴ്സലിന് കാരണമായേക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്കൊരു സിമ്പിൾ 3 സ്റ്റെപ്പ് ഫ്രെയിം വർക്ക് ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുകൂടി നമുക്കൊന്ന് നോക്കി പോവാം. പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൽ ഒരു പൊസിഷൻ എടുക്കാൻ കഴിയും, അതിനുവേണ്ടി നമ്മൾക്കൊരു സെറ്റപ്പ് റെഡിയാക്കണം. അപ്പൊ ആ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഡൈവേർജൻസ് തികച്ചും ഒരു വാണിംഗ് ആണ്, ഒരു ഉറപ്പായിട്ടുള്ള എൻട്രി സിഗ്നൽ അല്ല. ഒരു ഹൈ പ്രോബിലിറ്റി സെറ്റപ്പിനായിട്ട് നിങ്ങൾക്കൊരു സ്ട്രക്ചേർഡ് 3 സ്റ്റെപ്പ് പ്രോസസ് ആവശ്യമാണ്. ഒന്നാമതായിട്ട് ഒരു ക്ലിയർ മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടുപിടിക്കണം. നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു ബേസ് പോയിന്റ് വേണം. ഒരു അപ് ട്രെൻഡിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സിംഗ് ഹൈ അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സിംഗ് ലോയോ ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒരു ചോപ്പി ആയിട്ട് പോകുന്ന ഒരു മാർക്കറ്റിൽ ഒരിക്കലും നമ്മൾ ഡൈവേർജൻസിനായിട്ട് ട്രൈ ചെയ്തത്. പ്രൈസ് വ്യക്തമായിട്ടുള്ള ഒരു പുതിയ എക്സ്ട്രീമിലേക്ക് എത്തിയ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഡിഫൈൻഡ് പീക്ക് അല്ലെങ്കിൽ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ഒരു ലോ നമ്മൾ കണ്ടുപിടിക്കണം. അല്ലാതെ വെറുതെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഡൈവേർജൻസ് കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റോക്കിൽ ചാടിക്കയറാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് നോയ്സ് ആവാനുള്ള സാധ്യത. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സിലും ഡൈവേർജൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ RSI, MACD ഇവ രണ്ടും ഒരുപോലെ ചെക്ക് ചെയ്യുക. ഒരു ടോപ്പിംഗ് പാറ്റേണിൽ പ്രൈസ് ഹയർ ഹൈ ഉണ്ടാക്കണം, അതേസമയം RSI ലോവർ ഹൈയും MACD ഹിസ്റ്റോഗ്രാം കുറഞ്ഞ മൊമെന്റവും കാണിക്കണം. അപ്പൊ ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സും പ്രൈസുമായിട്ട് യോജിക്കാതെ വരുമ്പോഴാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിഗ്നൽ നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു ഡബിൾ ഡിസ്എഗ്രിമെന്റ് കാണിക്കുന്നത് ഒരു ഷോർട്ട് ടേം പ്രഷറും ലോങ് ടേം സ്ട്രെങ്ത് മൊമെന്റവുമാണ്. അപ്പൊ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്രൈസ് ആക്ഷൻ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. മിക്ക ട്രേഡേഴ്സിനും തെറ്റ് പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഒരു റിവേഴ്സൽ
പോസിബിൾ ആണ് എന്ന് ഡൈവേർജൻസ് നിങ്ങൾക്ക് വാണിംഗ് തന്നു. പക്ഷെ പ്രൈസ് അതിനെ കൺഫേം ചെയ്യുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. സെല്ലേഴ്സ്, അതായത് ബെയറിഷ് റിവേഴ്സൽ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കൺട്രോൾ എടുത്തു എന്ന് കാണിക്കുന്ന ഒരു പ്രത്യേക ട്രിഗറിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ബുള്ളിഷ് റിവേഴ്സൽ ആണെങ്കിൽ ബയേഴ്സ് അവരുടെ ആ ഒരു ട്രെൻഡ് ആരംഭിച്ചു എന്നുകൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഒരു കൺഫർമേഷൻ എങ്ങനെ ആയിരിക്കും? അത് ആ ടോപ്പിൽ ഒരു വലിയ ബയറിഷ് എൻഗുൾഫിംഗ് കാൻഡിൽ ആകാം, അല്ലെങ്കിൽ ഒരു നല്ല പിൻബാർ ആയിരിക്കാം. അതായത് ലെവലിൽ ഒരു നല്ല റിജക്ഷൻ കിട്ടി എന്ന് കാണുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ വീഡിയോയിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇവിടെ നമുക്കൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ കൂടി നമുക്കിവിടെ ഒന്ന് ട്രൈ ചെയ്ത് പോവാം. മാർക്കറ്റ് ശക്തമായിട്ടുള്ള ഒരു റാലിയിൽ മുകളിലേക്ക് പോവുകയാണ്. അപ്പൊ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു ഹയർ ഹൈ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഡൈവേർജൻസ് കണ്ടെത്താൻ ശ്രമിക്കാം. അപ്പൊ ഇവിടെ ഒരു ഡൈവേർജൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കൺഫർമേഷൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഡൈവേർജൻസ് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ഡൈവേർജൻസ് ഇപ്പൊ മാഗ്ഡിയിലും അതേപോലെ തന്നെ RSIയിലും നമുക്ക് ഒരേപോലെ തന്നെ കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഒരു പ്രൈസ് ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കൊരു എൻഗുൾഫിങ്ങോ അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ, ഒരു കൺഫർമേഷൻ ക്യാൻഡിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു കൺഫർമേഷൻ ശേഷം നമുക്ക് ഇവിടെ കൺഫേം ചെയ്യാം ഇവിടെ റിവേഴ്സൽ സാധ്യതയുണ്ട് എന്ന്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പാറ്റേൺ ആണ് ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച് തന്നെയാണ് നമ്മൾ എല്ലാ സ്റ്റോക്കിലും എല്ലാ ഓപ്പർച്യൂണിറ്റിയിലും കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ഈ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ നിങ്ങൾ ഒരു ടോപ്പോ ബോട്ടമോ കണ്ടെത്തിയതിനു ശേഷം എങ്ങനെ നമ്മുടെ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണം എന്നതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് നമ്മുടേത്. അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഇൻവിസിബിൾ ഫുട് പ്രിന്റ് എന്നത് തീർച്ചയായിട്ടും മാജിക് ഒന്നുമല്ല. ഇത് സിമ്പിൾ ആയിട്ട് പ്രൈസും മൊമെന്റും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ബിഗ് പ്ലേയേഴ്സ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും അവരുടെ മൂവ്മെന്റ് നേരത്തെ പ്രെഡിക്ട് ചെയ്യുക, നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക. മാഗ്ഡി, RSI പോലെയുള്ള ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് നമ്മൾ ഡൈവേർജൻസ് കണ്ടെത്തുന്നു. സ്റ്റോക്കുകളിൽ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ഇനി എനിക്കൊരു ചോദ്യം നിങ്ങളോടുണ്ട്. നിങ്ങളുടെ ട്രേഡിംഗിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മൊമെന്റം ഇൻഡിക്കേറ്റർ ഏതാണ്? RSI ആണോ, അല്ലെങ്കിൽ മാഗ്ഡി ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഡിക്കേറ്റർ ആണോ? നിങ്ങളുടെ കമന്റുകൾക്ക് ഞാൻ കൃത്യമായിട്ടുള്ള മറുപടികൾ തരുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ടുകളും നിങ്ങൾക്ക് കമന്റുകളായിട്ട് ചോദിക്കാം. ഇതിന്റെ റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ചുകൊണ്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് നമ്മുടേത്. അപ്പൊ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തേക്കുക. അപ്പൊ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.